ഇന്ത്യ നന്നായി ഭയക്കണം, മുന്നറിയിപ്പ് തരൂർ വകയാണ്. എന്താണ് സംഭവം? അപ്പോൾ ഈ നേപ്പാളിലുണ്ടായ സംഭവ വികാസങ്ങളെ അക്കാര്യത്തിലാണ് ഇപ്പോൾ തരൂർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആനുകാലിക സംഭവങ്ങളിലൊക്കെ തരൂർ ലേഖനം എഴുതുകയും അത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വരിക അതൊരു സാധാരണ സംഗതിയാണ്. അപ്പോൾ നേപ്പാൾ സംഭവ വികാസത്തെക്കുറിച്ച് അതിൽ ഇന്ത്യ കരുതേണ്ട കുറേ സംഗതികളെക്കുറിച്ചാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ ഊന്നി പറയുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ വായിക്കുന്നത്. അതൊന്ന് അദ്ദേഹം പറയുന്നത്, ഈ നേപ്പാളിലെ സംഭവ വികാസങ്ങൾ അത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമായിരിക്കും, പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു തന്ത്രപരമായ ഒരു പ്രശ്നമാണ്. ആ സംഭവങ്ങൾ നമുക്കൊരു അപായ സന്ദേശമാണ് തരുന്നത്. അതായത് അയൽവാസികളുടെ ദുർബലാവസ്ഥ നമുക്ക് ചില ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്നാണ് തരൂർ പറയുന്നത്. അവിടെ ഈ സോഷ്യൽ മീഡിയ നിരോധിച്ചത് കൊണ്ട് നടന്നൊരു പ്രക്ഷോഭം എന്ന നിലയിലാണ് ഈ വലിയ ഭരണ അട്ടിമറിയെ ചിത്രീകരിക്കപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഭരണ അട്ടിമറിക്ക് കാരണം അവിടെ ഉള്ള അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതം, രാഷ്ട്രീയ അസ്ഥിരത, ഇക്കാര്യത്തിലൊക്കെ രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു. അതാണ് വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്. അതല്ലാണ്ട് ഒരു സോഷ്യൽ മീഡിയ നിരോധിച്ചതുകൊണ്ടുണ്ടായ പ്രശ്നമല്ല എന്നാണ് തരൂർ നിരീക്ഷിക്കുന്നത്. പിന്നെ പറയുന്നത്, കാലങ്ങളായി ചില ആളുകൾ അവിടെ ഈ അധികാരം കൈയടക്കി വെച്ചിരുന്നു. ഒരുമാതിരി കസേര കളി പോലെ, ഒരാൾ മാറുമ്പോൾ മറ്റൊരാൾ, അയാൾ മാറുമ്പോൾ നേരത്തെ ഉള്ള ആൾ തന്നെ. ഈ രീതിയിൽ കസേര കളിയാണ് അവിടെ നടന്നത്. അവർക്ക് ഇങ്ങനെ കസേര കളിച്ചുകൊണ്ടിരുന്നവർക്ക് രാജ്യത്തെ തൊഴിലില്ലായ്മയോ സാമ്പത്തിക അസ്ഥിരതയോ പരിഹരിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയ പ്രക്ഷോഭം അത് ശാന്തമായിട്ടാണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ അത് പൊട്ടിത്തെറിയിലോട്ട് എത്താൻ കാരണം അവിടെ ഈ പ്രക്ഷോഭകാരികൾക്കിടയിലേക്ക് ഒരു മന്ത്രിവാഹനം ഇടിച്ചു കയറി. അങ്ങനെ ഒരു 11 വയസ്സുകാരി കൊല്ലപ്പെട്ടു. ഇതാണ് വാസ്തവത്തിൽ ആ ഒരു പ്രക്ഷോഭം, ഒരു സമാധാനപരമായി വന്ന പ്രക്ഷോഭം വലിയൊരു കലാപത്തിലേക്ക് പോകാനുള്ള മൂലകാരണമെന്നാണ് തരൂർ പറയുന്നത്. അത് ഈ ദുർബലമായ ഭരണ സംവിധാനത്തിൻ്റെയും ദുർഭരണത്തിൻ്റെയും യുവാക്കളുടെ അതൃപ്തിയുടെയും ഒരു ഘടകം ഈ ഒരു സമരം പൊട്ടിത്തെറിയിലേക്ക് എത്താനുള്ള കാരണമായതായിട്ട് തരൂർ പറയുന്നു. പിന്നെ തൊഴിലില്ലായ്മയും കുറഞ്ഞ ആഭ്യന്തര ഉൽപ്പാദനവും, ഇത് യുവാക്കളെ വലിയ രീതിയിൽ അവിടെ നേപ്പാളിൽ നിന്ന് നാട് കടത്തപ്പെടാൻ അല്ലെങ്കിൽ അവിടെ നാട് വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് രക്ഷാമാർഗം തേടിപ്പോകാൻ പ്രേരിപ്പിച്ചു. ഈ പ്രശ്നം ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. അത് പക്ഷേ സർക്കാരുകൾ അതൃപ്തി പരിഹരിച്ചിട്ടില്ല. പിന്നെ ഈ സമരത്തിനിടയിലേക്ക് ചില അക്രമകാരികൾ അല്ലെങ്കിൽ പ്രശ്നക്കാർ കടന്നു കയറി അവരാണ് വാസ്തവത്തിൽ ആ സമരത്തെ ഒരു അക്രമ സംഭവമാക്കി മാറ്റിയത് എന്ന് തരൂർ കണ്ടെത്തുകയാണ്, നിരീക്ഷിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രശ്ന പരിഹാരത്തിന് ഇടപെട്ടത് സൈന്യമാണ്. അവരാണ് ഇടപെട്ട് പ്രധാനമന്ത്രിയെ രാജിവെപ്പിക്കുന്നു, താൽക്കാലിക ഭരണകൂടം ഉണ്ടാക്കുന്നു, ഈ പ്രക്ഷോഭകാരികളുമായിട്ട് ചർച്ച നടത്തുന്നു. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റിന് എന്താണ് പണി? അവിടുത്തെ പ്രസിഡന്റിനാണല്ലോ ഭരണഘടനാപരമായി ചുമതലയുള്ളത്. അയാൾ ഏർപ്പെട്ട് നടപ്പിലാക്കേണ്ട പരിപാടിയൊക്കെ സൈന്യം ഇടപെട്ട് ചെയ്തത് അതെന്തുകൊണ്ടാണെന്നുള്ള തരൂർ സംശയിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ അയൽപ്പക്കത്ത് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ സാധാരണയായി മാറിയിട്ടുണ്ട്. തരൂർ ഉദാഹരണമായിട്ട് ബംഗ്ലാദേശിനെയും ശ്രീലങ്കയെയും കോട്ട് ചെയ്ത് പറയുകയാണ്. അവിടെയൊക്കെ ഉണ്ടായതിന് സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. പക്ഷേ ഇന്ത്യയിൽ അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തിന് കൃത്യമായ സ്വാധീനം ജനാംഗീകാരവും ഉള്ളതുകൊണ്ടാണ്. അതായത് ഇന്ത്യയിലെ ഔദ്യോഗിക സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തിന് കഴിയുന്നുണ്ട്. ആ സംവിധാനത്തിന് ജനങ്ങളിൽ വിശ്വാസമുണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ അതില്ല. അപ്പം മോദി വീണ്ടും ഒന്ന് പൊഴുത്തുകയാണോ? അതോ അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പൊതുവിൽ പറഞ്ഞതാണ്. മോദി കഴിഞ്ഞ 11 വർഷമായിട്ടാണല്ലോ അധികാരത്തിലുള്ളത്. അതിനു മുമ്പ് ഇന്ത്യയിൽ സർക്കാരുകളുണ്ട്, അപ്പോഴൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ മോദീനെ പറയണ്ട. പിന്നെ തരൂർ പറയുന്നത്, യുവാക്കൾ പുതിയ നേതൃനിരയെ തേടുന്നു, അതെൻ്റെ ലക്ഷണമാണ്. അത് വേണമെങ്കിൽ നമ്മുടെ കോൺഗ്രസ്സിലെ ചേർത്ത് തരൂർ പറഞ്ഞതായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതായത് യുവാക്കൾ ഈ നമ്മുടെ സോക്കാൾഡ് എന്ന് പറയുമല്ലോ, അതായത് പാരമ്പര്യമായിട്ടുണ്ടായ നേതൃ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും ഇപ്പോൾ യുവാക്കൾ തൃപ്തരല്ല. ഒരു പുതിയ നേതാക്കളെയാണ് തേടുന്നത്. ഈ പൂർവ്വകാല ചരിത്രം അതിൻ്റെ ഭാരം പേറി നടക്കുന്ന ആരെയും യുവാക്കൾ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. അവർ പുതിയ നേതൃത്വത്തെ തേടുകയാണ്. പിന്നെ നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടു, ജനവിശ്വാസം നഷ്ടപ്പെട്ടു. ഇതെല്ലാം തലമുറ മാറ്റമായിട്ട് ഇന്ത്യ കാണണം. ഈ പറയുന്ന യുവാക്കൾ തെരുവിലിറങ്ങി സമരം ചെയ്ത് അവർ ഇറങ്ങി ഈ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കൾക്ക്
ജനവിശ്വാസമില്ല, അതുകൊണ്ട് നിങ്ങൾ രാജിവെച്ച് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഭരണ സംവിധാനം അട്ടിമറിക്കപ്പെട്ടു. ഇതെല്ലാം ഇന്ത്യ തലമുറ മാറ്റം, പുതിയ തലമുറ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ രാഷ്ട്രീയ നേതൃത്വത്തിലെ തലമുറ മാറ്റം എങ്ങനെയാണെന്നുള്ളത് ഇന്ത്യ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. നേപ്പാളിലെ ഈ ഭരണമാറ്റം അല്ലെങ്കിൽ ഭരണ അട്ടിമറി ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് നേരിട്ടും അല്ലാതെയും ഭീഷണിയാണെന്നാണ് തരൂർ പറയുന്നത്. അതിൻ്റെ കാരണം പ്രധാനമായും സുരക്ഷയാണ്. അതായത് നമ്മുടെ നേപ്പാളുമായിട്ടൊരു തുറന്ന അതിർത്തിയാണുള്ളത്. ഈ സംഘർഷങ്ങൾക്കൊക്കെ ശേഷം ഏതാണ്ട് 1700 കിലോമീറ്ററോളം വരുന്ന അതിർത്തി പ്രദേശം ഇന്ത്യ ഭാഗികമായി അടച്ചിരുന്നു. പക്ഷേ അവിടെ സംഘർഷങ്ങളൊക്കെ അയഞ്ഞപ്പോൾ ഇന്ത്യ വീണ്ടും പതിവ് പോലെ അതിർത്തി തുറന്നു കൊടുത്തു. ഇപ്പോൾ സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഹന ഗതാഗതമൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ നിരീക്ഷണം ഇപ്പോഴും പഴയ പോലെ തന്നെ തുടരുന്നുണ്ട്. ഡ്രോണുകളടക്കം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു അവസരം ഇന്ത്യ വിരുദ്ധ ശക്തികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, IS പോലുള്ള ശക്തികളൊക്കെ പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം നേപ്പാളിൽ ഒരു അസ്ഥിരമായ സർക്കാരാണുള്ളത്. അവർക്ക് കാര്യങ്ങളിൽ നിയന്ത്രിക്കാൻ ഒരു പരിമിതി ഉണ്ടാകും. അപ്പോൾ ഇത്തരം ദുഷ്ടശക്തികൾക്ക് കൂടുതൽ അവരുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ അനുയോജ്യമായ ഘടകമാണ്. അതാണ് തരൂർ ഉദ്ദേശിക്കുന്നത്. പിന്നെ സെയിം ടൂൾ കിറ്റ് എല്ലാ രാജ്യത്തും ഭരണ അട്ടിമറി ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വലിയ ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. ആ സെയിം ടൂൾ കിറ്റ് ഇവിടെയും വേണമെന്ന തരത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും സോഷ്യൽ മീഡിയ പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാശ്ചാത്യ സമൂഹം അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം അവരുടെ അജണ്ട ഈ രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നു എന്നാണ് പ്രചാരണം. പക്ഷേ താൻ ആ കാര്യത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് തരൂർ പറയുന്നത്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി ഇന്ത്യ നിരീക്ഷിക്കണം എന്ന് തരൂർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നെ ഈ കാര്യത്തിൽ നേപ്പാളിൽ ഇന്ത്യയുടെ ഇടപെടൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനുള്ള സാധ്യത ഈ പുതിയ സാഹചര്യത്തിലുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഇടപെടലുകളൊക്കെ കുറയുകയാണെങ്കിൽ അവിടെ ഇന്ത്യ നടപ്പിലാക്കുന്ന വലിയ ബൃഹത് പദ്ധതികളുണ്ട്. അതിൻ്റെയൊക്കെ പ്രത്യേകിച്ചും ജലവൈദ്യുത പദ്ധതികളടക്കം അതിൻ്റെയൊക്കെ നടത്തിപ്പ് ആശങ്കയിലാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏതാണ്ട് ഈ കലാപത്തിനിടയിൽ 33,000-ഓളം തടവ് പുള്ളികൾ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇന്ത്യയിലോട്ട് കടന്നു കയറാനുള്ള സാധ്യത, കാര്യം അവർ സുരക്ഷിത മാർഗ്ഗമാണ്. നേപ്പാളിൽ നിന്നാണല്ലേ പ്രശ്നമുള്ളൂ. നാട് വിട്ടുപോയി വല്ലയിടത്തൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത, അതൊക്കെ ഇന്ത്യ ജാഗ്രതയോടെ കാണണം എന്ന് പറയുന്നു. പിന്നെ ഒരു കാരണവശാലും നേപ്പാളിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ നേരിട്ട് ഇടപെടുന്നത് ഒഴിവാക്കണം. പക്ഷേ നമ്മുടെ രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്യണമെന്നുള്ള മുന്നറിയിപ്പാണ് തരൂർ പറയുന്നത്. അപ്പോൾ നേപ്പാളിലെ ഒരു ഭരണ അട്ടിമറിക്കൊപ്പുറം അത് നമുക്കും ചില സൂചനകൾ, ചില ആശങ്കകൾ നൽകുന്നുണ്ട് എന്നാണ് തരൂർ ഉദ്ദേശിച്ചത്. ഏതായാലും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതനുസരിച്ച് നേപ്പാളിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോഴും എന്താണ് അവിടെ നടക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇന്ത്യ ആ കാര്യത്തിൽ ജാഗ്രത പാലിച്ചേ പറ്റൂ.